കേരള പോലീസിൽ ഇനി വനിതാ പോലീസുകാർക്ക് സൽവാർ ഇടാം. രമേശ് ചെന്നിത്തലയുടെ പുതിയ പരിഷ്കാരമാണിത്. അപ്പോൾ ഈ ഒരു പരിഷ്കരണം എത്രത്തോളമായിരിക്കും ഉപകാരപ്പെടുന്നത്? ശരിക്കും ഗർഭിണിയായ ഒരു വനിതയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് സൽവാർ കമ്മീസ് എന്ന് പറയുന്നത്. പാൻറ് എന്നൊക്കെ പറയുമ്പോൾ ടൈറ്റ് ആയിരിക്കും, മാത്രമല്ല വയറ് വലുതാകുന്നതനുസരിച്ച് പാൻറ്റിൻ്റെ ബാൻഡ്, മോള് തന്നെ പാൻറ്റെല്ലാം ഇട്ടിരിക്കുന്നത്, നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, ആഴ്ച തോറും വയറ് വലുതായിക്കൊണ്ടിരിക്കും. സൽവാർ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ലൂസായി നമുക്കതിൻ്റെ ചരടൊന്ന് ലൂസാക്കോ ടൈറ്റാക്കോ ഇരിക്കാം, ഇരിക്കുന്ന സമയത്ത് കുറച്ച് ലൂസാക്കിയിരിക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 2002 വരെ കേരള പോലീസിൽ വനിതാ പോലീസുകാർക്ക് കാക്കി സാരിയായിരുന്നു വേഷം. സാരി വളരെ ഒരു അൺകംഫർട്ടബിൾ ഡ്രസ്സാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും നമ്മൾ ഈ പോലീസ് ആയിട്ടാക്കുന്നു, നേഴ്സുമാരായിട്ട് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ സാരി വളരെ അൺകംഫർട്ടബിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലാത്തിയൊക്കെ പിടിച്ച് നമ്മൾ ലാത്തി ചാർജിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ വരുണ പ്രയോഗിക്കുന്ന സമയത്ത് നമ്മൾ സാരിയിൽ മുങ്ങി നിൽക്കുന്ന രൂപം ഒന്ന് സാരി വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ആദ്യം നേഴ്സുമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ മിഡി സ്കേർട്ട് പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു, ഉടുപ്പ് പോലത്തെ ഇതും ഒരു ക്യാപ്പുമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വേഷം. പോകെയാണ് അത് മാറ്റി വെള്ള സാരിയാക്കിയത്. അതും നല്ലൊരു ഇതാണ്, കോൺസെപ്റ്റാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും സൽവാറാണ് ഏറ്റവും കംഫർട്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മൂടിക്കിടക്കും. നമ്മൾ രോഗികളെ നോക്കുന്ന സമയത്ത് നമ്മൾ സാരി പിടിക്കാൻ പോകുന്നു, വയറ് മറിഞ്ഞ് കഴിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. പക്ഷേ അത് ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ചും ഈ ഒളിക്യാമറകളുടെ കാലഘട്ടത്തിൽ രോഗിയായിരിക്കും ഫോട്ടോ എടുക്കുന്നത്. നമ്മുടെ ബിന്ദുകൃഷ്ണ മാഡം, മന്ത്രി തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ, അവരൊരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ക്യാമറ എങ്ങോട്ടേക്കൊക്കെയാണ് പോയതെന്ന് അറിയില്ല എന്ന്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂണിഫോം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ത്രീക്ക് കൃത്യമായി അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി നിറവേറ്റുവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് യാതൊരു ടെൻഷനില്ല, അയ്യോ അവിടെയൊക്കെ ഇതുണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാണ്ട് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ സൽവാറാണ് ഏറ്റവും നല്ല വേഷം. പാൻറ്റും ഷർട്ടും ഈസ് ഓൾസോ ഓക്കെ, ബട്ട് സൽവാർ ആകുമ്പോൾ ഒരു ദുപ്പട്ടയുണ്ടാവും സൽവാറിനോടൊപ്പം തന്നെ. ടീച്ചർമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ടീച്ചേഴ്സിന് സൽവാറാണ് നല്ലത്. ഇപ്പോൾ പല സ്കൂളിലും ഒരു ഓവർകോട്ട് കൊടുത്തിട്ടുണ്ട്. സാരി, ചൂട് കാലാവസ്ഥ, സാരി ബ്ലൗസ്, അതിൻ്റെ മുകളിൽ കൂടെ ഓവർകോട്ട്, അതിനേക്കാളും നല്ലൊരു സൽവാർ ഇട്ടാൽ ദുപ്പട്ടിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ. വേണമെങ്കിൽ എല്ലാം നല്ല നീറ്റായി വലുതായി കംഫർട്ടബിളായിട്ട് ക്ലാസ് എടുക്കാം. മോള് ചോദിച്ചു വന്നത് രമേശ് ചെന്നിത്തല വനിതാ പോലീസുകാർ ഗർഭിണികളായിരിക്കുന്ന അവസരത്തിലാണ്, അല്ലാണ്ട് അവർ യൂണിഫോം മാറ്റില്ല, ഗർഭിണികളായിരിക്കുന്ന അവസരത്തിൽ സൽവാർ കമ്മീസ് ഇടാനായിട്ട്. പല സ്റ്റേറ്റുകളിലും സൽവാർ കമ്മീസ് തന്നെ യൂണിഫോം ആയിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട് കേട്ടോ. എന്താണ്, ലാത്തി ചാർജിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ആളെ പിടിച്ച് പോലീസ് വണ്ടിയിലേക്ക് കയറുന്നു, അവരുടെ ഒരു കുറ്റവാളി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എഴുതിയെടുക്കുന്നു, തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ പലതരത്തിലുള്ള ടൈറ്റ്നെസ് ഫീൽ ചെയ്യും പാൻ്റാവുമ്പോൾ അല്ലേ. അതിൻ്റെ മുകളിലൊരു ബെൽറ്റും കൂടി ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയ വേഷം സൽവാർ കമ്മീസ് തന്നെയാണ്. പിന്നെ നമ്മളൊരു 7-8 മാസം വരെയൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യും. അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഓഫീസ് ഡ്യൂട്ടി, എഴുതാനായിട്ടുള്ള കാര്യങ്ങൾ, FIR ഒക്കെ ചെയ്യുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം. സമരമുഖങ്ങളിലേക്കൊന്നും പോകാണ്ട് അവരെ പരിരക്ഷിക്കാം. കാരണം സ്ത്രീകൾ പണിമുടക്കിയാൽ എന്ത് ചെയ്യും? രോഗമില്ലാണ്ടാവും, ഞങ്ങൾക്ക് പ്രസവിക്കേണ്ട, അതായത് നമ്മളുടെ പ്രൊമോഷൻ പോവും, ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ആ സമയത്തേക്ക് പോകുന്ന സമയത്ത് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, വേഷം കാരണം എന്നൊക്കെ പറഞ്ഞ് വനിതാ പോലീസുകാരെല്ലാവരും തന്നെ ജോലി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർ ജോലിക്ക് വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കൂ. വനിതാ പോലീസ് സ്റ്റേഷനിലുള്ള സ്ത്രീകളെ ഏറ്റവും അധികം സന്തോഷം തോന്നിയൊരു സംഭവം വനിതാ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് കൂടിയാണ്. അവർക്ക് എന്ത് കാര്യങ്ങളും അവിടെ പോയി പറയാം, സ്ത്രീകളല്ലേ അവിടെയുള്ളൂ. പുരുഷന്മാരോട് കാര്യങ്ങൾ പറയുന്നതിന് ഒരു ഇതുണ്ട്, നമുക്കൊരു പരിധിയുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പുരുഷന്മാരോട് പറയാനായിട്ട്. ആ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല കുറേ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടല്ലേ. തൂഫാനൊക്കെ സൂപ്പറാണ്. ഇന്ന് രാവിലെയും കൂടെ 1 കോടി രൂപ, ഒരു സ്ത്രീയും കൂടെ അതിൽ ഇംപ്ലിക്കേറ്റഡ് ആണ്. അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അതായത് ഒരു ട്രേഡിങ് പോലെ കൊണ്ടുവരിക, വിൽക്കുക, പോവുക, വരിക, പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ തൂഫാൻ്റെ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തൂഫാനൊക്കെ പിടിക്കണമെങ്കിലും വനിതാ പോലീസുകാർ വരണമല്ലോ. ഞാൻ നേരത്തെ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ്, കേരളത്തിൽ പോലീസുകാർ ഉണ്ടെങ്കിൽ പോലും അവരെ പല ഡ്യൂട്ടികൾക്ക്
വേണ്ടി നിയോഗിക്കുന്നത് കാരണം പോലീസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് ജോബിനുള്ള പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. എൻ്റെ അടുത്ത് ഇവിടെയുള്ള ACP ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത് 300-400 പോലീസുകാർ എറണാകുളത്തേക്ക് പോസ്റ്റഡ് ആണ്. പക്ഷേ ഓരോ VIP എസ്കോട്ട് അങ്ങനത്തെ പല പല കാര്യങ്ങളും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ നടക്കേണ്ട കാര്യങ്ങൾ നടത്താൻ 50-60 പേരേ ഉണ്ടാവാറുള്ളൂ. അത് വെച്ചിട്ടാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ, വനിതാ പോലീസുകാർ അസ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തോന്നുമല്ലോ. ഇങ്ങനത്തെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പ്രസവ കാലത്തിലേക്ക് പോകുമ്പോൾ ഇരിക്കുമ്പോൾ അവരും ലീവ് എടുത്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ഇത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വളരെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു ടീം ഉണ്ടാവുമായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആരും ആലോചിച്ചിട്ടില്ല. നമ്മുടെ പിണറായി സഖാവ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് എല്ലാവരുടെയും അല്ലേ കാരണഭൂതനും എല്ലാവരുടെയും ക്യാപ്റ്റനൊക്കെ ആയിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ബുദ്ധി ഓതിക്കൊടുക്കുമായിരുന്നു. ശൈലജ ടീച്ചറിനോ വീണ ജോർജിനോ ധാരാളം വനിതാ മന്ത്രിമാരുണ്ടായിരുന്നു, വനിതാ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ തന്നെ CITയിലൊക്കെ പെടുന്ന സഖാക്കന്മാരുണ്ടായിരുന്നു. ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ് ഈ വനിതാ പോലീസ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് ശ്രീ രമേശ് ഇപ്പം മുന്നോട്ട് വന്ന് നടപ്പാക്കുവാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനെനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ വനിതകളുടെയും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണ്ടേ. തീർച്ചയായിട്ടും ഒരു ഈ 5 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീവ് എടുത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ ആശ്വാസമായിരിക്കും 6, 7, 8 മാസം അല്ലെങ്കിൽ 9 മാസം വരെ അവർക്ക് ജോലി എടുക്കാൻ. കാരണം ജോലി ഭാരം കുറച്ച് നൽകും. അതോടൊപ്പം തന്നെ വസ്ത്രത്തിലുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളൊക്കെ വെച്ച് കുറച്ച് അയഞ്ഞ വസ്ത്രം ധരിക്കാം. അങ്ങനെ ഒരുപാട് ഈ പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് ഇതേ ഡ്രസ്സ് തന്നെ ആക്കട്ടെ. കാരണം നമ്മുടെ ശരീരം കുറച്ചൊന്ന് വലുതായിട്ടുണ്ടാവും. ഗർഭത്തിനോടനുബന്ധിച്ച് കുഞ്ഞിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി അമ്മയുടെ ശരീരവും കുറച്ച് വെയിറ്റ് വയ്ക്കുകയും നമുക്ക് കുറേ വണ്ണം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ആ സാഹചര്യത്തിലും ഒരു പ്രസവം കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് വരുമ്പോഴും ഒരു വർഷത്തേക്കും കൂടെ അവർ സൽവാർ തന്നെ ഇടാനായിട്ടുള്ള ഒരു അനുവാദം കൂടെ കൊടുക്കണമെന്ന് അല്ലേ. നമുക്കത് കൃത്യമായിട്ട് അറിയില്ല. അതിന് മുമ്പത്തെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരു വർഷം അമ്മയ്ക്ക്, പുതിയ അമ്മയ്ക്ക് ഈ സൽവാറിൽ തന്നെ ഡ്യൂട്ടിക്ക് വരാനൊരു സാഹചര്യം കൊടുത്താൽ നന്നായിരിക്കും. കാരണം പുതിയ ഡ്രസ്സ് തയ്പ്പിക്കണം, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ചൊട്ടി വരുമ്പോൾ പുതിയ ഡ്രസ്സ് വേറെ തയ്പ്പിക്കണം, വണ്ണത്തിൽ നിന്ന് വണ്ണമുള്ളതുപോലെ തയ്പ്പിക്കണം, വണ്ണം കുറഞ്ഞു വരുമ്പോൾ തയ്ക്കണം. പിന്നെ എന്തായാലും പ്രസവം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായിട്ട് ഉണ്ടാവും. ആ സാഹചര്യത്തിൽ ഒരു നല്ല കംഫർട്ടബിൾ ഡ്രസ്സ് എന്തായാലും ഇൻസേർട്ടഡ് ഷർട്ടും ബെൽറ്റും പാൻറ്റും ഒന്നുമല്ല, ഈ സൽവാർ തന്നെയാണ് നല്ലത്. ഈവൻ ബാത്റൂമിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ ഈ ഡ്രസ്സ് തന്നെയാണ് നല്ലത്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഒരു വനിത എന്ന നിലയിൽ ശ്രീ VD സതീശൻ മിനിസ്റ്ററോട് പറയാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാ വനിതകൾക്കും കംഫർട്ടബിൾ യൂണിഫോം ഉണ്ടെങ്കിൽ അത് സൽവാർ ആയിക്കോട്ടെ, ആ കളറിലുള്ള സൽവാർ ഇട്ടാൽ മതിയല്ലോ അല്ലേ. സൽവാർ കമ്മീസും ദുപ്പട്ടിട്ട് അവർക്ക് വരാനുള്ളൊരു സാഹചര്യം VD സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അനുവദിച്ചു കൊടുക്കണമെന്നും കൂടെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമ്മളൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവരുടെയും വക ബിഗ് സല്യൂട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഞങ്ങൾക്ക് അതായത് ഇന്ത്യ ലൈവിനും C4Nനും ഒക്കെ നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എപ്പോഴും സഹായകമാകുന്നത്. നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞങ്ങൾക്ക് ശരിയായ വാർത്തകൾ ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, ഇതിൽ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അതുമാത്രവുമല്ല, കമൻറ്റായി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വാർത്തകൾ പങ്കിടാനുണ്ടാവും. അവയൊക്കെ കുറിച്ചും ഈ കമൻറ്റുകളിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇന്ത്യ ലൈവ് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ C4Nനും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനോടും C4Nനോടും ഒപ്പം യാത്ര ചെയ്യുക. വ്യത്യസ്തമായ മറ്റാരും പറയാത്ത വാർത്തകൾ ഈ ചാനലുകളിലൂടെ, ഇന്ത്യ ലൈവിലൂടെ, C4Nലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ്. ഇന്ത്യ ലൈവ്, C4N.